ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ പലർക്കുമുള്ള മെയിൻ ഡൗട്ടാണ് നമ്മുടെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ, അതിനെപ്പറ്റി നമുക്കിന്ന് നോക്കാം. അപ്പൊ എന്റെ ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത 5 പോയിന്റ്സ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെൽത്തി സ്കിൻ എന്നതുകൊണ്ട് ഒരിക്കലും ഫെയർനെസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഫെയർനെസ് ആവരുത് നമ്മുടെ ഗോൾ. ഈവൻ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിനുവേണ്ടി 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം, ഹൈഡ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി ഫോർ സ്കിൻ, ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ബോഡി. അപ്പൊ നമ്മൾ 2 to 3 liters വാട്ടർ എങ്കിലും ഡെയിലി കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളെ എന്താണെങ്കിലും ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ, ഫുഡ് മാറ്റേഴ്സ്. നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള ക്രീംസ് ആയിക്കോട്ടെ, ഒരു ഹോം റെമഡീസ് ആയിക്കോട്ടെ, സ്കിന്നിൽ പുറത്ത് അപ്ലൈ ചെയ്താലും റിസൾട്ട്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനുവേണ്ടി കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഇത് നിങ്ങളെ വൈറ്റമിൻ എ, ബി കോംപ്ലക്സ്, സി, ഡി, ഇ പോലുള്ള വൈറ്റമിൻസ് നിങ്ങളുടെ സ്കിന്നെ ഹെൽത്തി ആവാനും അതുപോലെ തന്നെ ഈവൻ ആവാനും ഗ്ലോയിങ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എന്റെ ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേ, ഞാൻ എന്താണെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം. തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ, ക്ലെൻസിങ് ആൻഡ് സൺസ്ക്രീൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വീട്ടിലായിരിക്കും വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നൈറ്റ് കെയർ. നൈറ്റിലാണ് നമ്മുടെ സ്കിന്ന് റിപ്പയർ ആവുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കൊടുക്കാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. 7 to 8 hours ഉറങ്ങുന്നത് വഴി നമ്മുടെ മൈൻഡും കാമായി. അതിന് മുന്നേ തന്നെ ക്ലെൻസിങ് ചെയ്യാൻ മറക്കരുത്. ഒരു നല്ല മോയ്സ്ചറൈസറോ നൈറ്റ് ക്രീമോ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഹോം റെമഡീസ് ആണ്. ദിസ് ഇസ് എൻ ഓപ്ഷണൽ പോയിന്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഇത് മാത്രം ചെയ്തുകൊണ്ട് മാത്രം സ്കിൻ ഹെൽത്തി ആവണം എന്നും ഇല്ല. എന്റെ ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഫേസ് മാസ്കോ അല്ലെങ്കിൽ ഹോം റെമഡീസിനെ പറ്റിയോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പറയാൻ മടിക്കണ്ട. അപ്പൊ ഫോക്കസ് ഓൺ കെയറിങ്, നോട്ട് കമ്പയറിങ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.